2024 നീറ്റ് ക്വസ്റ്റ്യൻ നമ്പർ 19. വിച്ച് റിയാക്ഷൻ ഈസ് നോട്ട് എ റിഡോക്സ് റിയാക്ഷൻ? ഇതിൽ ഏതോ റിയാക്ഷൻ തന്നിരിക്കുന്ന ഏതോ റിയാക്ഷൻ റിഡോക്സ് റിയാക്ഷൻ അല്ല. ഏത് റിയാക്ഷൻ ആണ് റിഡോക്സ് റിയാക്ഷൻ അല്ലാത്തത് നോക്കാം. നമുക്ക് ഓക്സിഡേഷൻ നമ്പർ കൊടുത്തു നോക്കാം. ഓക്കെ, എലമെന്ററി സ്റ്റേറ്റ് സിങ്കിന്റെ ഓക്സിഡേഷൻ നമ്പർ 0 ആണ്. കോപ്പറിന്റെ ഓക്സിഡേഷൻ നമ്പർ ഇവിടെ നോക്കാം. ഓക്സിജന് -2 ആണെങ്കിൽ കോപ്പറിന് +2 ആണെങ്കിൽ സൾഫറിന് +6 ആണ് അല്ലെ. സിങ്കിന് +2 ആണ്, ഓക്സിജന് -2 ആണ്, സൾഫറിന് അഗെയിൻ +6 ആണ്, കോപ്പറിന് 0 ആണ്. സിങ്കിന്റെ ഓക്സിഡേഷൻ നമ്പർ 0യിൽ നിന്നും +2 ആയി മാറുന്നു. സിങ്കിന് 0 നിന്ന് +2 ആയി മാറുന്നു. കോപ്പറിന് +2 നിന്നും 0 ആയി മാറുന്നു. സോ ഇറ്റ്സ് എ റിഡോക്സ് റിയാക്ഷൻ. ഓക്സിഡേഷൻ നമ്പറിൽ ചേഞ്ച് ഉണ്ട്, അതൊരു റിഡോക്സ് റിയാക്ഷൻ ആണ്. അടുത്ത രണ്ടാമത്തെ നോക്കാം. അടുത്ത് നോക്കാം. പൊട്ടാഷ്യം +1 ആണെന്ന് അറിയാം, ഓക്സിജൻ -2 ആണെന്നറിയാം. സോ ക്ലോറിൻ എത്രയായിരിക്കും? +5 ആയിരിക്കും. +5 റെഡി അല്ലേ? I2 0 ആണ്. I2 എന്താ? 0. അയോഡിൻ എലിമെന്ററി സ്റ്റേറ്റിലെ ഓക്സിഡേഷൻ നമ്പർ 0 ആണ്. പൊട്ടാഷ്യം അഗെയിൻ +1 ആണ്, ഓക്സിജൻ അഗെയിൻ -2. ദെൻ അയോഡിൻ എത്രയാ? +5 വരും. +5. ഓക്കെ, അഗെയിൻ ക്ലോറിൻ എത്രയാ? 0 ആണ്. ക്ലോറിന് 0. ഓക്കെ, അപ്പൊ ക്ലോറിന്റെ ഓക്സിഡേഷൻ നമ്പർ +5ൽ നിന്നും 0 ആയി മാറി. +5ൽ നിന്നും 0. ക്ലോറിന്റെ ഓക്സിഡേഷൻ നമ്പർ മക്കൾ നോക്കുക, ക്ലോറിന്റെ ഓക്സിഡേഷൻ നമ്പർ +5ൽ നിന്നും 0 ആയി മാറി. അയോഡിന്റെ ഓക്സിഡേഷൻ നമ്പർ 0യിൽ നിന്നും +5, 0യിൽ നിന്നും +5 ആയി മാറി. സോ ഇറ്റ്സ് എ റിഡോക്സ് റിയാക്ഷൻ. അതൊരു റിഡോക്സ് റിയാക്ഷൻ ആണ്. അടുത്ത റിയാക്ഷൻ നോക്കുക. ഹൈഡ്രജന് 0 ആണ്, ക്ലോറിന്റെ 0 ആണ്. ഹൈഡ്രജന് +1 ആണ്, ഇവിടെ ക്ലോറിന് -1 ആണ്. ഹൈഡ്രജന്റെ 0 നിന്ന് +1 ആയി മാറിയപ്പോൾ ക്ലോറിന് 0 നിന്ന് -1 ആയി മാറി. സോ ഇറ്റ്സ് എ റിഡോക്സ് റിയാക്ഷൻ. ഓക്കെ, അടുത്തത് ഇവിടെ Ba2+ ആണ്, ബേരിയം 2+ ആണ്, ക്ലോറിൻ -1 ആണ്, സോഡിയം +1 ആണ്, ഓക്സിജൻ -2 ആണ്, സൾഫർ +6 ആണ്. Ba2+ ആണ്, ഓക്സിജൻ -2 ആണ്, സൾഫർ +6 ആണ്, Na+ ആണ്, Cl- ആണ്. There is no change in oxidation number. ഓക്സിഡേഷൻ നമ്പർ ചേഞ്ച് ഇല്ല. സോ ഇറ്റ്സ് നോട്ട് എ റിഡോക്സ് റിയാക്ഷൻ. ഇതൊരു റിഡോക്സ് റിയാക്ഷൻ അല്ല. സോ ആൻസർ ഏതാ? 4 ആണ് ആൻസർ വരുന്നത്.